ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണല്ലേ. അപ്പോൾ മാങ്ങ വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയാലോ. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാങ്ങ കൊണ്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 4 മീഡിയം സൈസിലുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് മാങ്ങയുടെയും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയും കൂടെ തിരകെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം അരഞ്ഞൊന്നും കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ചതഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര വറ്റൽമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ കടുകൊക്കെ ഒന്ന് പൊട്ടി എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാമേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുകൂടാതെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ എടുക്കാം കേട്ടോ. അതുകൂടെ നമുക്ക് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇനി ഒരു കൈപ്പിടി അളവ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ ചതച്ച കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്ത് നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ മീഡിയം ഫ്ലെയിം, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹൈ ഫ്ലെയിം, അങ്ങനെ മീഡിയം ഹൈ ഫ്ലെയിം അങ്ങനെ ഇട്ട് മാറ്റി മാറ്റി നമുക്ക് ഇതങ്ങ് ഈ ഒരു പരുവത്തിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടുകും ഉലുവയും മുളകും കൂടെ ചേർത്ത് ചതച്ചതുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ മാങ്ങയുടെ പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 3-4 ദിവസമൊക്കെ ഇത് നല്ല ചീത്താകാതെ കേടുകൂടാതെ ഇരിക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ മാങ്ങ ഒട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. കണ്ടല്ലോ, ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കുന്ന ഒരു സമയം മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അത് നമുക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് നമുക്കിത് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്